പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. സത്യം എത്ര ആഴത്തിൽ കുടിച്ചു മൂടിയാലും എന്തെങ്കിലും പുറത്തു വരുമെന്ന് പ്രകൃതി നിയമമാണ്. അനന്തപുരി തറവാട്ടിലും മൂർത്തീസ് ജ്വല്ലറിയുടെ ഇടനാഴികളിലും നാളുകളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചതിയുടെ വഞ്ചനയുടെയും കഥകൾക്ക് ഒടുവിൽ തിരശീല വീഴുന്ന നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ SI നന്ദുവിന്റെ അന്വേഷണങ്ങളൊന്നും വെറുതെ ആയില്ല. ജ്വല്ലറിയിലെ തിരുമറികൾക്ക് പിന്നിലെ കറുത്ത കൈകൾ ആരുടേതാണെന്ന് അവൾക്ക് വ്യക്തമായ സൂചനയുണ്ടായിരുന്നു. എന്നാൽ തെളിവുകളൊന്നുമില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവൾ കരുതലോടെ നീങ്ങി. അവൾ ആദ്യം പിടികൂടിയത് ജ്വല്ലറിയിലേക്ക് കള്ളക്കടത്ത് സ്വർണം എത്തിച്ചിരുന്ന ഏജന്റിനെയായിരുന്നു. നന്ദുവിന്റെ ചോദ്യം ചെയ്യലിനു മുന്നിൽ അയാൾക്ക് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. ഞാൻ ഒരു ഇടനിലക്കാരൻ മാത്രമാണ്. ജ്വല്ലറിയിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ സർ. അയാൾ സമ്മതിച്ചു. എന്നാൽ ആരാണ് നിർദ്ദേശം നൽകിയതെന്ന് പറയാൻ അയാളൊന്നും മടിച്ചു. പക്ഷേ നന്ദുവിന്റെ ഭീഷണിക്ക് മുന്നിൽ അയാൾ വഴങ്ങി. ജ്വല്ലറിയിലെ വിശ്വസ്തനായ ഒരു സ്വർണ്ണപ്പണിക്കാരനാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചതെന്ന് അയാൾ വെളിപ്പെടുത്തി. ഉടൻ തന്നെ നന്ദുവും സംഘവും മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് കുതിച്ചു. അവിടെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന എല്ലാവരും വിശ്വസ്തനെന്ന് കരുതിയിരുന്ന ആ പണിക്കാരനെ നന്ദു ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അയാൾ ആദ്യം നിഷേധിച്ചു. ഞാൻ ഈ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ്. അപ്പനപ്പൂപ്പമാരായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് സഹതാപം പിടിച്ചുപറ്റാൻ അയാൾ ശ്രമിച്ചു. പക്ഷേ നന്ദു വിട്ടില്ല. നിങ്ങളെ പോലൊരാൾ ജ്വല്ലറിയെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്നത് അനുവദിക്കില്ല. മൂർത്തി സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ അന്വേഷണം. നന്ദുവിന്റെ വാക്കുകൾ കടുപ്പമേറിയതായിരുന്നു. അയാളെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ തന്നെ കാത്തിരിക്കുന്ന കള്ളക്കടത്ത് ഏജന്റിനെ കണ്ടതോടുകൂടി തന്നെ പണിക്കാരൻ ആകെ തകർന്നുപോയി. താൻ അന്നേരം കുടുങ്ങിയെന്ന് അയാൾക്ക് മനസ്സിലായി. ഗത്യന്തരമില്ലാതെ അയാൾ എല്ലാ സത്യവും തുറന്നു പറഞ്ഞു. അതെ സർ, ഇതിനെല്ലാം പിന്നിൽ അബിയാണ്. അബി സറാണ് എന്നോട് ഇതെല്ലാം തന്നെ ചെയ്യാൻ പറഞ്ഞത്. ജ്വല്ലറിക്ക് ലാഭമുണ്ടാക്കാനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എനിക്ക് കുറച്ച് പണം വാഗ്ദാനം ചെയ്തു. എന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഓർത്താണ് സർ ഞാൻ ഇതിന് കൂട്ടുനിന്നത്, അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇതിനിടയിൽ പരിഭ്രാന്തനായ പണിക്കാരൻ അബിയെ രഹസ്യമായി വിളിച്ചു. എന്നെ അവർ പൊക്കി സാറേ, ഞാൻ എല്ലാം പറഞ്ഞുപോയി. അബിയാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് പറയേണ്ടി വന്നു. ഇത് കേട്ട് അബി ഒന്ന് ഞെട്ടി. എടാ, നീ എന്തിനാടാ എന്റെ പേര് പറഞ്ഞത്? ഞാൻ നിനക്ക് പണം തന്നതല്ലേ? അബി ദേഷ്യപ്പെട്ടു. അവനാകെ അസ്വസ്ഥനായി. ഇത്രയും നാൾ താൻ കെട്ടിപ്പടുത്ത നുണകളുടെ കൊട്ടാരമെല്ലാം തന്നെ തകർന്നു വീഴുകയാണെന്ന് അവന് തോന്നിത്തുടങ്ങി. നന്ദു ഇതിനകം തന്നെ മുത്തശ്ശനെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. അബിയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് തെളിഞ്ഞു മുത്തശ്ശ. അവനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, നന്ദു പറഞ്ഞു. മുത്തശ്ശന്റെ പ്രതികരണം ഉറച്ചതായിരുന്നു. തെറ്റ് ചെയ്തത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം നന്ദു. അവനെ വെറുതെ വിടരുത്. മുത്തശ്ശൻ നന്ദുവിന് അനുവാദം നൽകി. അതേസമയം ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അനഘയെ കാണാൻ നന്ദു എത്തി. അബിയുടെ ക്രൂരമർദ്ദനമേറ്റാണ് അവൾ അവിടെ എത്തിയത്. അനഘയുടെ ദയനീയാവസ്ഥ കണ്ട് നന്ദുവിന്റെ കണ്ണ് നിറഞ്ഞു. അവൾ അനഘക്ക് ഉറപ്പു നൽകി. നിന്നെ ഈ അവസ്ഥയിലാക്കിയവനെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ ചന്തുമോൾക്കിനി ഒരു കുറവും വരാതെ എന്റെ ചേച്ചിമാരും ആദർശേട്ടനും നോക്കിക്കോളും. പോലീസ് സഹായത്തോടെ നന്ദു അനന്തപുരി തറവാട്ടിലേക്ക് എത്തി. ഇത് കണ്ട ജലജയും ജാനകിയും അമ്പരന്നു. നീ എന്തിനാണ് ഈ പോലീസുമാരുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? ഇവിടെ ആരും കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ജലജ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഹാ, കൊലപാതകം ചെയ്തിട്ടില്ല, പക്ഷേ അതിലും വലിയ തെറ്റുകളൊക്കെ ചെയ്ത ഒരാളിവിടെയുണ്ട്, നന്ദു പറഞ്ഞു. അവൾ അബിയെ അറസ്റ്റ് ചെയ്യാനാണ് വന്നതെന്നറിഞ്ഞതോടുകൂടി തന്നെ ജലജയും നവ്യയും അതിനെ എതിർത്തു. എന്റെ ഭർത്താവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ നീയും നിന്റെ ചേച്ചിമാരും ശ്രമിക്കുകയാണ്, നവ്യ ആക്രോശിച്ചു. എന്നാൽ മുത്തശ്ശൻ ഇടപെട്ടു. അബി ജ്വല്ലറിയെ നശിപ്പിക്കാൻ ശ്രമിച്ചു, അവൻ ശിക്ഷ അർഹിക്കുന്നു. അപ്പോഴാണ് നന്ദു തന്റെ കൈവശമുള്ള ഏറ്റവും വലിയ ബോംബ് പൊട്ടിച്ചത്. ചേച്ചിക്കറിയാത്ത പല രഹസ്യങ്ങളുമുണ്ട് ചേച്ചി. ചന്തുമോൾ ഒരിക്കലും ആദർശേട്ടന്റെ മകളല്ല, അത് അബിയുടെ മകളാണ്, നന്ദു വെളിപ്പെടുത്തി. നവ്യയും മറ്റുള്ളവരും ഇത് കേട്ടതോടുകൂടി തന്നെ ആകെ ഞെട്ടിത്തെറിച്ചു. അനഘയെ കൊല്ലാൻ ശ്രമിച്ചതും അബി തന്നെയാണ്. അതിന്റെ CCTV ദൃശ്യങ്ങൾ എന്റെ കൈവശമുണ്ട്, നന്ദു പറഞ്ഞു. എന്നിട്ട് ആ ഒരു വീഡിയോ ദൃശ്യങ്ങൾ നന്ദു എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അനഘയെ ക്രൂരമായി ഉപദ്രവിക്കുന്ന അബിയുടെ ദൃശ്യങ്ങൾ കണ്ട നവ്യ ആകെ സ്തംഭിച്ചുപോയി. തന്റെ ഭർത്താവ് എന്ന് താൻ വിശ്വസിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന മനുഷ്യന്റെ തനി പകർപ്പ് കണ്ട് അവൾ തകർന്നു. ഇത്രയും നാൾ താൻ വിശ്വസിച്ചതെല്ലാം തന്നെ നുണകളായിരുന്നുവെന്നും തന്റെ സഹോദരിമാർ തന്നെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ രഹസ്യങ്ങളെല്ലാം സൂക്ഷിച്ചത് എന്ന് നവ്യ തിരിച്ചറിഞ്ഞു. അങ്ങനെ അബിയാണ് ഇത്രയും കാലം തെറ്റുകളെല്ലാം ചെയ്തു കൂട്ടിയതെന്ന് തെളിവ് സഹിതം തന്നെ നന്ദു എല്ലാവരെയും ബോധ്യപ്പെടുത്തിയതിനു ശേഷമായിരിക്കട്ടോ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അനന്തപുരി തറവാട്ടിൽ നിന്നും അബിയെ നന്ദു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്.